അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുൽത്താനേറ്റ് പീരീഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി സുൽത്താനേറ്റ് പീരീഡിന് ശേഷം വരുന്ന മുഗൾ പീരീഡാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡൽഹി അണ്ടർ ദ മുഗൾ റൂൾ, ഡൽഹിയിൽ മുഗൾ റൂള് വരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം, എങ്ങനെയാണ് മുഗൾസ് ഭരിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. 26th April 1526, the armies of Sultanate ruler Ibrahim Lodi and Babur, the ruler of Kabul in Afghanistan, fought at Panipat near Delhi. അപ്പം ഇബ്രാഹിം ലോധിയെ നമുക്ക് ഓർമ്മയുണ്ട്. അതായത് സുൽത്താനേറ്റ് പീരീഡിലെ ലാസ്റ്റ് രാജവംശമായ ലോധി ഡൈനാസ്റ്റിയിലെ റൂളറായിരുന്നു ഇബ്രാഹിം ലോധി. അപ്പോൾ ഈ ഇബ്രാഹിം ലോധിയുടെ ആർമിയും അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ റൂളറായിരുന്ന ബാബറിൻ്റെ ആർമിയും തമ്മിൽ ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ചിട്ട് യുദ്ധമുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ യുദ്ധത്തിൽ ആര് ജയിക്കുന്നു? ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ജയിക്കുകയും അങ്ങനെ അവിടെ സുൽത്താനേറ്റ് പീരീഡിന് അവിടെ അന്ത്യം കുറിക്കുകയും പിന്നെ അവിടെ ബാബർ എന്ത് ചെയ്യാണ്? മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിൻസ് ദ ആർമി ഓഫ് ബാബർ മെയ്ഡ് യൂസ് ഓഫ് cannon and gunpowder, they could easily defeat the army of Ibrahim Lodi. Babur entered the Sultanate reign and established a new rule known as the Mughal rule with Delhi as the capital. അങ്ങനെ ബാബറിൻ്റെ ആർമി എന്ത് ചെയ്യുന്നു? ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുന്നു. കാരണം ബാബർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർമിയാണ്. അതായത് കാനൻസ്, പീരങ്കി, ഗൺ പൗഡറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം ആർക്കുണ്ടായിരുന്നു? ബാബറിനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫെസിലിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇബ്രാഹിം ലോധി ഈസിയായിട്ട് പരാജയപ്പെടുത്തുകയും അങ്ങനെ അവിടെ സുൽത്താനേറ്റ് പീരീഡിന് അന്ത്യമാവുകയും ഡൽഹി ആസ്ഥാനമായി ബാബർ എന്ത് തുടങ്ങുകയാണ്? മുഗൾ ഭരണം ആരംഭിക്കുകയുമാണ്. എന്ന് 1526. അപ്പോൾ പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, let us see the names of major Mughal rulers with the help of the flow chart given below. അപ്പോൾ നമ്മൾ അവിടെ സുൽത്താനേറ്റ് പീരീഡിൽ ഓരോ ഡൈനാസ്റ്റീസും അവിടുത്തെ പ്രധാനപ്പെട്ട റൂളേഴ്സൊക്കെ പറഞ്ഞ പോലെ ഇവിടെ മുഗൾ കാലഘട്ടത്ത് ഡൽഹി ആരൊക്കെയാണ് ഭരിച്ചിരുന്നത്, അവരുടെ ഭരണ കാലഘട്ടം അതൊക്കെ ഇവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ബാബറാണ് മുഗൾ ഭരണം തുടക്കം കുറിക്കുന്നത്. അതിന് കാരണമായ യുദ്ധം പാനിപ്പത്ത് യുദ്ധമാണ്. 1526 ഇബ്രാഹിം ലോധിയുമായിട്ടുള്ള യുദ്ധം. അതിനുശേഷം വരുന്നത് ഹുമയൂൺ, അതിനുശേഷം അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ലാസ്റ്റ് വരുന്ന മുഗൾസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ് ഔറംഗസേബ്. ഓക്കെ. അപ്പം ഇത്രയും പേരാണ് മെയിനായിട്ട് മുഗൾ റൂളേഴ്സ് വരുന്നത്. അപ്പോൾ അവരുടെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ 1526 തുടങ്ങി 1707 വരെ മുഗൾ കാലഘട്ടമായിരുന്നു. ഓക്കെ. പിന്നെ ഇതിനിടയിൽ കുറച്ച് ബ്രേക്കൊക്കെ വരുന്നുണ്ട്. അതായത് ഇടയ്ക്ക് ഷേർഷാ സൂരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജാവ് മുഗൾ രാജാവിനെ പരാജയപ്പെടുത്തി അധികാരമൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാം. അപ്പം ഹുമയൂണിൻ്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് 1530 തൊട്ട് 1540 വരെയും അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് 1555-56, അതായത് അതിനിടയിൽ മറ്റൊരു രാജവംശം ഇവിടെ വന്ന് ഭരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. The Mughal rule established by Babur was later extended. Akbar played an important role in the expansion of Mughal Empire. He formed a huge army. To maintain it, he adopted a special system known as Mansabdari. Under this system, every officer was liable to maintain a specific number of soldiers. Raja Man Singh, Raja Todarmal, Birbal, Raja Jai Singh, etc. were the prominent Rajputs who held important office during the Mughal period. അപ്പം ബാബറിൽ അവസാനിച്ചില്ല മുഗൾ കാലഘട്ടം. അത് പിന്നീട് ഓരോ ശക്തരായ ഭരണാധികാരികൾ പിന്നീട് വന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളറാണ് അക്ബർ. അക്ബറിൻ്റെ കാലഘട്ടമാണ് 1556 തൊട്ട് 1605 വരെ. അപ്പോൾ ഈ അക്ബർ കുറേ ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് മാൻസബ്ദാരി. അതായത് ആർമിയെ സോൾജിയേഴ്സിൻ്റെ നമ്പർ
ഇൻക്രീസ് ചെയ്യാൻ അല്ലെ ആർമിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അക്ബർ സ്വീകരിച്ചൊരു സിസ്റ്റമാണ് മാൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ മാൻസബ്ദാരി സിസ്റ്റം അക്ബറിൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ മുഗൾ പീരീഡിൽ ഒരുപാട് രാജ്പുത്സ് ആരാണെന്ന് നമുക്കറിയാം, ക്ഷത്രിയരാണ്. അപ്പം ഒരുപാട് പ്രൊമിനൻ്റ് ആയിട്ടുള്ള രാജ്പുത്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മുഗൾ പീരീഡിൽ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്പുത്സ് ആണ് രാജ മാൻസിംഗ്, രാജ തോഡർമാൽ, ബീർബൽ, രാജ ജയ്സിംഗ്. ഇവരൊക്കെ മുഗൾ പീരീഡിലെ ഓഫീസേഴ്സ് ആയിരുന്നു. നെക്സ്റ്റ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഷേർഷാ സൂരി. ഡൽഹി വാസ് റൂൾഡ് ബൈ ഷേർഷാ സൂരി ഓഫ് ദ സുർ ഡൈനാസ്റ്റി ഫ്രം CE 1540 to CE 1545. He rose to power by defeating the Mughal ruler Humayun. His successors were weak, hence Humayun could recapture Delhi in CE 1555. അതായത് നമ്മളിവിടെ ഹുമയൂണിൻ്റെ കാലഘട്ടത്തിൽ ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ ഹുമയൂൺ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡൽഹി ആക്രമിച്ച വ്യക്തിയാണ് ആര്, സൂർ ഡൈനാസ്റ്റിയിലെ ഷേർഷാ സൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികാരി. അങ്ങനെ ഹുമയൂണിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത് 1540 തൊട്ട് 45 വരെ ഷേർഷാ സൂരിയാണ് ഡൽഹി ഭരിച്ചത്. പക്ഷേ ഷേർഷായ്ക്ക് ശേഷം സൂർ രാജവംശത്തിലുണ്ടായിരുന്നവരൊക്കെ വളരെ വീക്കായിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, വീണ്ടും 1555 ആര് ഭരണം വീണ്ടെടുക്കുന്നുണ്ട്, ഹുമയൂൺ ഭരണം വീണ്ടെടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വീണ്ടും അക്ബർ, ജഹാംഗീർ അങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒബ്സർവ് ദ മാപ്പ് 1.5 ആൻഡ് കംപ്ലീറ്റ് ദ ഡയഗ്രാം. അതായത് ഇന്ത്യ അണ്ടർ അക്ബർ. നമ്മൾ പറഞ്ഞു അക്ബർ നല്ല ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു. അക്ബറിൻ്റെ സമയത്ത് ഒരുപാട് രാജ്പുത്സ് ഓഫീസസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാൻസബ്ദാരി സിസ്റ്റത്തിലൂടെ സോൾജേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. അതുപോലെ ആർമി നല്ല സ്ട്രെങ്തൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും അക്ബറിൻ്റെ കാലഘട്ടത്തിൽ സാമ്രാജ്യം കുറച്ചും കൂടെ വിപുലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിവിടെ കാണിച്ചിരിക്കുകയാണ് മാപ്പിനകത്ത്. ഇന്ത്യ അണ്ടർ അക്ബർ, അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് അവരുടെ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്നത്. അപ്പോൾ ആ മാപ്പ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ അണ്ടർ അക്ബർ അല്ലെങ്കിൽ റീജിയൻ അണ്ടർ ദ മുഗൾ എംപയർ എന്തൊക്കെയാണ്, ഖന്ദേശ് അതവിടെ കൊടുത്തിട്ടുണ്ട്, ഖന്ദേശ്. പിന്നെ മാൾവ, ഗുജറാത്ത്, ഡൽഹി, മുൾത്താൻ, കാശ്മീർ, കാബൂൾ, ബീഹാർ, ബംഗാൾ, ഇതൊക്കെ ഇവിടെ നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ദ മുഗൾ എംപയർ. ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോസ്റ്റ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഔറംഗസീബ്. He ruled for 50 years. Though the empire began to decline after Aurangzeb, it lasted until 1857. ഇപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ ലാസ്റ്റ് റൂളർ അല്ല, ശരിക്കും ലാസ്റ്റ് ശക്തനായിട്ടുള്ള റൂളറായിരുന്നു ഔറംഗസീബ്. കാരണം 707 വരെയുള്ള പീരീഡ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും മുഗൾ കാലഘട്ടം എന്ന് പറയുന്നത് 1857 വരെയാണ്. ഓക്കെ, അപ്പോൾ ആ 1857 വരെ മുഗൾസ ഭരിച്ചിരുന്നെങ്കിലും അക്ബറിന് ശേഷം വലിയ ശക്തരായിട്ടുള്ള ഭരണാധികാരികളൊന്നും വന്നിട്ടില്ല. അതിനുശേഷം പതിയെ രാജവംശം ക്ഷയിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം അക്ബർ എന്ന് പറയുന്നത് എത്ര വർഷം ഡൽഹി ഭരിച്ചിട്ടുണ്ട്, അക്ബർ 50 ഇയേഴ്സാണ് ഡൽഹി ഭരിച്ചത്. അക്ബറല്ല, ഔറംഗസീബ് 50 വർഷമാണ് ഡൽഹി ഭരിച്ചത്. ഈ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണ് മുഗൾ എംപയർ ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്പിക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇന്ത്യ അണ്ടർ ഔറംഗസീബ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത്രയും ഇവിടം വരെ വന്ന് അങ്ങ് കാബൂൾ ആ ഭാഗം, പിന്നെ അക്ബറൊക്കെ ഭരിച്ചിരുന്ന കാലഘട്ടം തൊട്ടങ്ങ് സൗത്തിലേക്കൊക്കെ ഇങ്ങനെ മറാത്താസ്, രാജ്പുത്സ്, ജാട്സ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഔറംഗസീബിൻ്റെ സമയത്ത് എംപയർ കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ എക്സ്പാൻഡഡ് ആയത് ഔറംഗസീബിൻ്റെ സമയത്താണ്. പിന്നീട് വരുന്ന രാജാക്കന്മാരെല്ലാം വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ 1857 വരെയാണ് ശരിക്കും മുഗൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അക്ബർനാമ ആൻഡ് ഐനി അക്ബറി. Akbarnama is a work on history written by Abul Fasl, a courtier of Akbar. The work is in 3 volumes. The first volume deals with Akbar's
ancestors, the second with the events during Akbar's reign, and the third with Akbar's administration. The third volume is also known as Aini Akbari. അപ്പം അക്ബർനാമ എന്ന് വെച്ചാൽ അബുൽ ഫസൽ എന്ന് പറഞ്ഞ അക്ബറിൻ്റെ ഒരു കോർട്ടിയർ, അക്ബറിൻ്റെ ഒരു സദസ്യനായിരുന്ന അബുൽ ഫസൽ എഴുതിയൊരു ബുക്കാണ് അക്ബർനാമ. ഇത് 3 വോളിയംസ് ആയിട്ടാണ് എഴുതിയത്. അത് ഓരോ വോളിയം എന്തിനെയൊക്കെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് വോളിയം ആണെങ്കിൽ അക്ബറിൻ്റെ ആൻസിസ്റ്റേഴ്സിനെ പറ്റിയാണ്. സെക്കൻഡ് വോളിയത്തിൽ അക്ബറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെപ്പറ്റി, ഇവൻസിനെയൊക്കെ പറ്റിയാണ് പറയുന്നത്. തേർഡ് വണ്ണ് വന്നിട്ട് അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റി വിവരിക്കുന്ന ബുക്കാണ് തേർഡ് വോളിയം എന്ന് പറയുന്നത്. ആ തേർഡ് വോളിയം അല്ലെ അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേഷനെ വിവരിക്കുന്ന ആ വോളിയത്തെ ഐനി അക്ബറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം അബുൽ ഫസലാണ് അക്ബർനാമ എഴുതിയത്. സോ അപ്പോൾ ഇത്രയാണ് മുഗൾ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ.